നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കാർ ലോണെടുത്ത് വാഹനം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. തൃത്താല കൂടല്ലൂർ സ്വദേശി ചിലയിൽ വീട്ടിൽ മുഹമ്മദ് യാസിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായി വായ്പാ അടവ് തെറ്റിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സ്ഥാപന ഉടമകൾ തിരൂർ പോലീസിൽ പരാതി നൽകിയത്. 5,70,000 രൂപ തട്ടിയതായി പരാതിയിൽ പറയുന്നു. എറണാകുളത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിന്റെ മുൻ ഡ്രൈവറായിരുന്നു അറസ്റ്റിലായ യാസിൻ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ ജലസേചന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. 4 കോടി രൂപ ചെലവിലാണ് പുതിയ ജലസേചന പദ്ധതി ഒരുക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കഴിഞ്ഞ ബജറ്റിലാണ് ജലസംഭരണിയും ജലസേചന സൗകര്യവും ഒരുക്കുന്നതിനുള്ള പദ്ധതിക്ക് ബജറ്റ് 4 കോടി രൂപ അനുവദിച്ചത്. ഈ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ആയിരിക്കുന്നത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. പലപ്പോഴും പരീക്ഷണ കൃഷികൾ നടപ്പാക്കാനാവശ്യമായ വെള്ളം ഫാമിൽ ലഭ്യമല്ലായിരുന്നു. ഇത് പ്രവർത്തനങ്ങളെ വലിയ തരത്തിൽ ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണ് ജലസംഭരണിയും ജലസേചന സൗകര്യവും ഒരുക്കുവാൻ തീരുമാനമായത്. കൂറ്റൻ ജലസംഭരണിയാണ് ഇവിടെ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾ വേഗത്തിലാക്കി നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഇപ്പൊ നിലവിൽ ചെറിയൊരു ജലസംഭരണിയാണുള്ളത്. അതിനേക്കാളും ഒരു 10-15 ഇരട്ടി വരുന്ന വലിയൊരു ജലസംഭരണി, ഏതാണ്ട് ഒരു തടാകം പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇവിടുത്തെ റിസർച്ചിനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കും മാത്രമല്ല പ്രയോജനം ചെയ്യുക. ഈ ജലസംഭരണി വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടി കൂടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി TSM ടെൻഡറും വിളിക്കുന്നതിന് മുന്നോടിയാണ് വിശദമായിട്ടുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. എന്തായിരുന്നാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അപ്പോൾ നമുക്കറിയാം റിസർച്ചിന് ആവശ്യമുള്ള അതുപോലെ വിത്തുൽപാദനത്തിന് ആവശ്യമുള്ള കൃഷി ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും. തുടർന്ന് നടന്ന യോഗത്തിൽ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ P. രാജി, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ K. ശോഭ, ഡോക്ടർ P. മൂസ, പ്രൊഫസർ ഷഹീൻ മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഡിസംബർ 22-ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് മന്ത്രി MB രാജേഷ് ഓഫീസ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിനു സമീപത്തെ ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓഫീസ് കെട്ടിടത്തിലെ അവസാനവട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. ചടങ്ങിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുൻ MLAമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സർവീസ് സംഘടനാ ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. തൃത്താല നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും സംഘടനകൾക്കും പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാനാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളുമൊരുക്കി തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് C. മൂസ പെരിങ്ങോട് പറഞ്ഞു. തൃത്താല മണ്ഡലം അടിസ്ഥാനമാക്കിയിട്ട് ഒരു പത്രസമ്മേളനം നടത്താനുള്ള ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് കൂറ്റനാട്ടെ പ്രസ് ക്ലബ്ബ് 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതുമായി പ്രസ് ക്ലബിൻ്റെ ഒരു പോരായ്മ നികത്താൻ ഈ പ്രസ് ക്ലബിന് സാധ്യമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് എല്ലാവരുടെ ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ട് ഞങ്ങൾ ക്ഷണിക്കും. നിലവിൽ തൃത്താലക്കാർക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു. കൂറ്റനാട് പ്രസ് ക്ലബ് യാഥാർത്ഥ്യമാകുന്നതോടെ തൃത്താലക്കാർക്ക് ഇനി വാർത്തകൾ കൂറ്റനാട് പ്രസ് ക്ലബിലൂടെ മാധ്യമങ്ങളിലേക്ക് എത്തിക്കാനാകും. CCTV ന്യൂസ് തൃത്താല. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവേഗപ്പുറ തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുതികയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണലും മണ്ണും നീക്കം ചെയ്യാൻ നടപടിയാകുന്നു. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് MLA ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെയാണ് മുതികയം
റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് റെഗുലേറ്ററിൽ മണ്ണും മണലുമെല്ലാം വന്നടിഞ്ഞിരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലുമെല്ലാം നീക്കം ചെയ്യുവാൻ നടപടിയായിരിക്കുന്നത്. നേരത്തെ മുഹമ്മദ് മോസിൻ MLA ഇക്കാര്യം നിയമസഭയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത് നീക്കം ചെയ്യുവാനാവശ്യമായ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള യോഗവും പട്ടാമ്പിയിൽ ചേർന്നു. 2017-2018 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ മോദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതാണ്. എന്നാൽ അനുബന്ധ റോഡുകളുടെ പ്രവൃത്തികൾ കൂടി ഇനി നടപ്പാക്കാനുണ്ട്. മൂർക്കനാട് ഭാഗത്തെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ തിരുവേപ്പുറ ഭാഗത്തെ റോഡിന്റെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഇത് വേഗത്തിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള സഹകരണം കൂടി ഉണ്ടാകണമെന്ന് മുഹമ്മദ് മോസിൻ MLA ഓർമ്മപ്പെടുത്തി. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മൂദിക്കയം. അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല. ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക. മറ്റു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. മൂർക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ സ്ഥലം ലഭ്യമാക്കാനുണ്ട്. പഞ്ചായത്തുമായി സംസാരിച്ച് അതുകൂടി തീർക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം വന്ന സമയത്ത് വലിയ രീതിയിൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോ അതിൽ നിന്ന് എക്കലും മണലും എല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു ഉദ്യോഗസ്ഥതല യോഗം ചേർന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ K. ശോഭ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1976 മുതൽ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു മീന ഗണേഷ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മീന ഗണേഷ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദനം, കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു. 5 വർഷം മുൻപ് മീനയ്ക്ക് പക്ഷാഘാതം വന്നിരുന്നു. ഇതോടെ അഭിനയരംഗത്ത് നിന്ന് താൽക്കാലികമായി ഇടവേളയെടുത്തു. 19ാമത്തെ വയസ്സിൽ നാടകരംഗത്തിലൂടെയാണ് മീന ഗണേഷ് അഭിനയരംഗത്തെത്തുന്നത്. SL പുരം സൂര്യസോമ, കായംകുളം കേരള തിയേറ്റേഴ്സ്, തൃശൂർ ചിന്മയി തുടങ്ങിയ കേരളത്തിലെ വിവിധ നാടക സമിതികളുടെ നാടകത്തിൽ മീന പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് നിരവധി പുരസ്കാരങ്ങളും നടി നേടിയിരുന്നു. നാടകരംഗത്തെ പരിചയമാണ് AN ഗണേഷുമായുള്ള വിവാഹത്തിൽ എത്തിയത്. സംവിധായകൻ മനോജ് ഗണേഷ്, സംഗീത എന്നിവർ മക്കളാണ്. സംസ്കാരം വൈകിട്ട് ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. അഭിനയരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച, ഒരുപക്ഷെ നാടകരംഗത്ത് ഇതിലൂടെ അരങ്ങേറ്റം കുറിച്ച മീന ഗണേഷ് സിനിമയിലേക്കും സീരിയലിലേക്കുമെല്ലാം അഭിനയ മികവ് കൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള കലാകാരി കൂടിയാണ് മീന ഗണേഷ്. ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ 13-ാം തീയതി തീരെ വയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഒന്ന് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന്. അതിൻ്റെ ഭാഗമായി ഞമ്മടെ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരിതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴിഞ്ഞ 13-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി PK ദാസിൽ എത്തിച്ചു. കൾച്ചറൽ ഡെസ്ക് CCTV. CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ചേർന്നു. തളി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ A. പത്മനാഭൻ നഗറിലാണ് സമ്മേളനം നടത്തിയത്. മുതിർന്ന നേതാവ് KP രാധാകൃഷ്ണൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നു നടന്ന പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. M. സുലൈമാൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ KR ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും KS ദിലീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ് മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ P. ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞു. KP രാധാകൃഷ്ണൻ, M. സുലൈമാൻ, UR പ്രദീപ്, P. നിർമ്മലാദേവി,
KM അഷ്റഫ്, വി രഘു, TR സതീഷ്, സീമ ബാബു തുടങ്ങിയവർ അംഗങ്ങളായുള്ള പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1991 സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സോവിയറ്റ് യൂണിയനിലെ അട്ടിമറിയെ തുടർന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 91 ശേഷം ഇപ്പോൾ 2024 25 നമ്മൾ നിൽക്കുകയാണ്. CCTV ന്യൂസ് തളി. ഭാരതത്തിന്റെ ഔദ്യോഗിക കാലഗണനാ രീതിയായ ശകവർഷ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും ഒരുമിച്ച് ചേർത്ത് ടേബിൾ കലണ്ടർ രൂപത്തിൽ പുറത്തിറക്കി. തളി ശ്രീ വിരുട്ടാണം വീരസ്ഥാനം ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിഗമാനന്ദ തീർത്ഥപാദർ പ്രകാശനം ചെയ്തു. മൂന്നാമതും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങളെ ആദരിച്ചുകൊണ്ട് അമേരിക്കയിലെ സുപ്രസിദ്ധ യോഗ ഗുരുവായ തോമസ് കൂവള്ളൂർ തയ്യാറാക്കിയതാണ് കലണ്ടർ. മോദിയുടെ 12 ഛായാചിത്രങ്ങൾ ഇറക്കുമതി ചെയ്ത ഫ്രഞ്ച് ഛായങ്ങൾ ഉപയോഗിച്ച് വരപ്പിച്ചാണ് താളുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരുടെ ഉത്തരവുകൾ ഇറങ്ങുന്നത് ശകവർഷ തീയതി അനുസരിച്ചാണ്. നിലവിൽ 1946 ശകവർഷം 2025 മാർച്ച് 22 1947 ആകും. അന്നാണ് ചൈത്രമാസം 1 എന്ന പുതുവർഷാരംഭം. ന്യൂയോർക്കിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ ചായ് പേ ചർച്ച തന്റെ യോഗാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച വ്യക്തിയായ തോമസ് കൂവള്ളൂർ കോട്ടയം സ്വദേശിയാണ്. വിലമതിക്കാനാവാത്ത ചില മുഹൂർത്തങ്ങളെ നമുക്ക് സമ്മാനിക്കും. മലയാളത്തിന്റെ തനതായ കാലനിർണയ പദ്ധതിയെ ആധുനിക കാലത്ത് ആർജവത്തോടുകൂടി പ്രകാശിപ്പിക്കാൻ തയ്യാറായ ശ്രീമാൻ തോമസ് കൂവള്ളൂരിനെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച് ഇവിടെ അവതരിപ്പിച്ച ശ്രീ ആൽബിയെയും ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹത്തോടെ ഭാരതീയ ഋഷി പരമ്പരയുടെ പേരിൽ അഭിനന്ദിക്കുന്നു. ആ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. കൂടുതൽ പേരിലേക്ക് ഈ കലണ്ടർ എത്തിക്കാനുള്ള പരിശ്രമവും അത് എത്തിച്ചേരാനുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരട്ടെ എന്നതാണ് ഈ സമയത്ത്. പട്ടാമ്പിയിൽ 1.5 കിലോ കഞ്ചാവുമായി ഓങ്ങല്ലൂർ മരുതൂർ പൂവക്കോട് സ്വദേശി മനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. പട്ടാമ്പിയിൽ 1.5 കിലോ കഞ്ചാവുമായി ഓങ്ങല്ലൂർ മരുതൂർ പൂവക്കോട് സ്വദേശി 28 വയസ്സുകാരനായ മനീഷിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി നമ്പ്രം റൂട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നടത്തുന്ന കർശന നടപടികളുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരമാണ് പട്ടാമ്പി മേഖലയിൽ ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിനായി പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ പിടികൂടിയത്. കഞ്ചാവ് മൊത്തത്തിൽ കൊണ്ടുവന്ന് പട്ടാമ്പി മേഖലയിലെ കോളേജുകൾ, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുകയുമാണ് പ്രതി സ്വീകരിച്ചു വന്നിരുന്നത്. മാസങ്ങളോളം പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കഞ്ചാവ് കടത്ത്, പോക്സോ കേസ്, മറ്റു അടിപിടി കേസ് ഉൾപ്പെടെ 14 കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. ഇയാൾക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു. പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ, SCPO സന്ദീപ്, CPO മിജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കൊപ്പത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ സമരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനയെതിരെയാണ് കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചിമ്മിണി വിളക്കുകളും പെട്രോമാക്സും എല്ലാം എന്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ അണിനിരന്നത്. KSEB ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുന്നത്, ഒരു കോവിഡ് വന്നു, നമ്മുടെ നാടിന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം നേരിട്ടു. വെള്ളപ്പൊക്കമുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. വയനാട് ദുരന്തം നമ്മളെ വേട്ടയാടി.
ഇങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പാടിലൂടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വിലക്കയറ്റം കുതിച്ചു കയറാണ് നിത്യോപസാരങ്ങൾക്ക്. അതിൻ്റെ കൂടെയാണ് KSEB ബില്ല് കൂട്ടിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരള മുഖ്യമന്ത്രിയായിരുന്നു. ശ്രീ ആര്യൻ മുഹമ്മദ് എന്ന വൈദ്യുതി മന്ത്രിയായിരുന്നു. 3 രൂപയ്ക്ക് 4 രൂപയ്ക്കാണെന്ന് കരാറടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങിയിരുന്നത്. ആ അടിസ്ഥാനത്തിലുള്ള കരാറ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വെട്ടിക്കുറക്കുകയും ആ കരാർ റദ്ദാക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അദാനിയെയും അംബാനിയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ വിലക്ക് വൈദ്യുതി വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നത്. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സുരേഷ് ബാബു, AP രാമദാസ്, നീലടി സുധാകരൻ, ഗീതാമണികണ്ഠൻ, TK ഷുക്കൂർ, K ശ്രീജേഷ്, AK മുസ്തഫ, AP നൂറുദ്ദീൻ, M സജീവ് കുമാർ, ഹമീദ് പാറക്കൽ, VM മുസ്തഫ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കോടനാട് യത്തീംഖാനയുടെ 31ാം വാർഷികവും 4ാം സന്നദ്ധാന സമ്മേളനവും സമാപിച്ചു. ഫളീല പഠനം പൂർത്തിയാക്കിയ 35 യുവ പണ്ഡിതകൾക്ക് സന്നദ്ധാനം നടത്തി. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അൻവർ മുഹ്യുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറാംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകി. അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി സന്നദ്ധാന പ്രഭാഷണം നിർവഹിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക 3ാമത് ഫളല അവാർഡ് AV ചേക്കുഹാജി കൂറ്റനാടിന് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നൽകി. ഫാദിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സഹദിയ പൂക്കരത്തറയ്ക്ക് TM മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫാദിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നിദ ഫാത്തിമ വിളത്തൂരിന് MV ഉണ്ണിഹാജി സ്മാരക അവാർഡും തങ്ങൾ നൽകി. സമ്മേളനത്തിൽ GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, MV ആദംകുട്ടി ഹാജി, ബക്കർ ഹാജി തട്ടത്താഴത്ത്, AV ഹൈദരു കൂറ്റനാട്, കാട്ടത്തേതിൽ അലിഹാജി കോടനാട്, മാളിക്കൽ ബാബ ഹാജി കരിമ്പ, അബ്ബാസ് മലാഹിരി, ഹനീഫ് ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യസിച്ച് നാട്ടിനും കുടുംബത്തിനൊക്കെ ഉപകാരപ്രദമാവുന്ന വനിതകളായി കൊണ്ടിട്ട് അവരെ വാർത്തുവിടാൻ നമുക്ക് സാധിച്ചു. അവർക്കതിനുള്ളൊരു അംഗീകാര പത്രം നൽകപ്പെടുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പുണ്യമായ ഒരു സദസ്സാണെന്ന് പറയുന്നത്. വിശുദ്ധ ശരീഅത്ത് അത് ഒരിക്കലും സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്ത് ഉലമയും അതിൻ്റെ മുൻകഴിഞ്ഞ നേതാക്കന്മാരൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെ CCTV ന്യൂസ് തൃത്താല. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.